കൊച്ചി നഗരസഭയുടെ അനാസ്ഥ മൂലം 1 കോടിയിലേറെ രൂപയുടെ മുച്ചക്ര വാഹനം നശിക്കുന്നു. കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ശുചിത്വ മിഷന് വേണ്ടി വാങ്ങി നൽകിയ മുച്ചക്ര വാഹനങ്ങളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഒരു മുച്ചക്ര വാഹനത്തിന് വില 1,99,147 രൂപ. ഇങ്ങനെ കൊച്ചി നഗരസഭയുടെ ബേസ്മെന്റിൽ മാത്രം നശിക്കുന്നത് 50 വാഹനങ്ങൾ, തുരുമ്പെടുക്കുന്നത് 1 കോടിയോളം രൂപ. ട്രൈസൈക്കിളുകളിൽ ഒരു തവണ പോലും ഉപയോഗിക്കാതെ ഷെഡിലിട്ടിരിക്കുന്നത് 60 എണ്ണം. വിവിധ സർക്കിളുകളിലായി കട്ടപ്പുറത്തുള്ളത് 35 വാഹനങ്ങൾ. ആകെ 95 ഗുണിക്കണം 1,99,147 സമം 1,89,18,965 രൂപയുടെ വാഹനം. പരസ്പരം പഴിചാരുകയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ. കഴിഞ്ഞ കൗൺസിൽ പീരീഡിൽ ടൗൺ ഹാളിൻ്റെ അവിടെ കിടക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ ആ ഒരു വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കൗൺസിൽ വന്നതിനെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം സ്പെസിഫിക്കേഷൻ RTOയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടാണ് നമ്മൾ ടെൻഡർ ചെയ്യേണ്ടിയിരുന്നത്. അതല്ലാതെ ചെയ്തതിൻ്റെ കുറേ വിഷയങ്ങളാണ്. അപ്പോൾ പരിപൂർണമായി വീഴ്ച സംഭവിച്ചിട്ടുള്ളത് ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന്. അത് മേയർ ബോധപൂർവ്വം മറച്ചു വെക്കുകയാണ്, അല്ലെങ്കിൽ മേയറെ കാര്യങ്ങൾ വേണ്ടത്ര പഠിക്കാതെ പറയുകയാണ്. കഴിഞ്ഞ കൗൺസിലിൽ ഈ വിഷയം ഏതോ കൗൺസിലർ ഉന്നയിച്ചു. അപ്പോൾ ആ കൗൺസിലിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞ മറുപടി അതിന് താക്കോല് കാണുവാനില്ലെന്ന് പറഞ്ഞത്. ഒരു മേയർ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിയിലാണെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ടല്ല പറഞ്ഞത്. 2025 നവംബർ 25 വാഹനം കിട്ടുന്നത്. ഞാൻ കൃത്യമായ ഡേറ്റാണ് പറയുന്നത്. ചെറിയ തകരാർ പോലും പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. വാഹനത്തിന് 1 വർഷവും ബാറ്ററിക്ക് 5 വർഷവും വാറണ്ടിയുണ്ട് എന്നിരിക്കെയാണ് കടുത്ത അനാസ്ഥ. ഇതിങ്ങനെ നശിക്കുന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥ ഭരണ അലംഭാവമാണ്. നികുതിപ്പണം കടലിൽ കായം കലക്കാൻ ഉപയോഗിക്കരുതെന്നാണ് ജനത്തിന് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം മുഹമ്മദ് സാലിഹ്, മീഡിയ 1. വിവരങ്ങൾ മുഹമ്മദ് സ്വാലി തത്സമയം നൽകും കൊച്ചിയിൽ നിന്ന്. സ്വാലി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയും പണം ചെലവാക്കിക്കൊണ്ടുള്ള വാഹനങ്ങൾ അവിടെ കിടന്ന് ആരിലേക്കും എത്താതെ, ഗുണഭോക്താക്കളിലേക്ക് ഒന്നും എത്താതെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന അത് ഒരുപക്ഷെ അത് ആർക്കും അറിയാത്തൊരു സംഗതി കൂടിയല്ല. പക്ഷെ എന്നിട്ടും ഇതിലൊരു നടപടിയും ആവുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. ജിൽസി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചി ടൗൺ ഹാളിന് മുമ്പിൽ 10 വാഹനങ്ങൾ കഴിഞ്ഞ 6 മാസമായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. മഴയും വെയിലും കൊണ്ട് അവ നശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ എത്തുന്നു എന്ന് തോന്നിയ മുറയ്ക്ക് അവർ ചെയ്ത ഒരു കാര്യം ഈ കൊച്ചി ടൗൺ ഹാളിന് മുമ്പിൽ നിന്ന് ആ വാഹനങ്ങൾ മാറ്റുക എന്നതാണ്. അതോടൊപ്പം നഗരസഭ ഓഫീസിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന 50ഓളം വാഹനങ്ങൾ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഞങ്ങൾ അവിടെ വാഹനങ്ങൾ ഓരോന്നായി എണ്ണി നോക്കി. 50 വാഹനങ്ങളാണ് ബേസ്മെന്റിലുള്ളത്. ഈ വാഹനങ്ങൾ നേരത്തെ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലായിരുന്നു നിർത്തിയിട്ടിരുന്നത്. അവിടെ മഴയും വെയിലും അടക്കം കൊണ്ട് കിടക്കുകയായിരുന്നു. ഈ വാഹനങ്ങളെക്കുറിച്ച് ശ്രദ്ധ വരുന്നു, ഈ വാഹനങ്ങളിലേക്ക് വാർത്ത വരുന്നു എന്ന് തോന്നിയ മുറയ്ക്ക് അവർ ചെയ്ത ഏക കാര്യം ഈ വാഹനങ്ങൾ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നതാണ്. ഇപ്പോൾ 50 വാഹനങ്ങൾ മാറ്റിയിരിക്കുന്നത് നഗരസഭ ഓഫീസിന് താഴെയുള്ള പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ബേസ്മെന്റിലേക്കാണ്. ഇതാണ് കോർപ്പറേഷൻ ആകെ സ്വീകരിച്ചിരിക്കുന്ന നിലവിലെ നടപടിക്രമങ്ങൾ. ഈ വാഹനങ്ങൾ കൊച്ചി നഗരത്തിന് അത്യന്താപേക്ഷിതമായ വാഹനങ്ങളാണ്. ഈ കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്ന ഒന്ന് തന്നെയാണ് മാലിന്യ നീക്കം. അതിന് വേണ്ട വാഹനങ്ങൾ ഉടനെ വിട്ടു നൽകണമെന്നാണ് ജനത്തിന് പറയാനുള്ള ഒരു കാര്യം. ജിൽസി.